ശരീരത്തിൽ ഇതുപോലെ കാണുന്ന കുരുക്കൾ, പ്രത്യേകിച്ച് കഴുത്തിലും കഷത്തിലൊക്കെ കാണുന്ന കുരുക്കൾ, ഇത് അപകടകാരിയാണോ? ഇത് എന്താണ് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് പൊതുവെ പാലുണ്ണികൾ എന്ന് പറയാറുണ്ട്. ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് പാപ്പിലോമ എന്നാണ്. ഇത് വന്നു തുടങ്ങിയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് തുടങ്ങിയെന്ന്. എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്? നിങ്ങൾക്ക് ഡയബറ്റീസ് വരാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നാണ്. അത് അറിയാനായിട്ട് HbA1c അഥവാ 3 മാസത്തെ നിങ്ങളുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ ആവറേജ് കണക്കാക്കാൻ സഹായിക്കുന്ന ബ്ലഡ് ടെസ്റ്റ് ആണ്. അത് HbA1c ചെയ്യുക. അത് മാത്രമല്ല ഫാസ്റ്റിംഗ് ഇൻസുലിനും കൂടി ചെയ്യുക. ഇത് ചെയ്തിട്ട് ഇതിലേതെങ്കിലും ഒരെണ്ണം കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ, കാരണം ഡയബറ്റീസിന്റെ തുടക്കത്തിലേക്ക് ഇത് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഷുഗർ, പ്രത്യേകിച്ച് മധുരമടങ്ങിയ ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എന്ത് ഭക്ഷണം കഴിച്ചാലും അത് ചെറിയ അളവിൽ കുറച്ചുകൂടി ഗ്യാപ്പ് ഇട്ടിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. വളരെ ഹെവി ആയിട്ട് 2-3 നേരം കഴിക്കുന്നതിന് പകരം കുറച്ച് അളവിൽ അത് 4-5 തവണയായിട്ട് കഴിക്കുക. ധാരാളം ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങൾ എന്ത് ഭക്ഷണം കഴിച്ചാലും അതിന് മുമ്പ് അല്ലെങ്കിൽ ശേഷം കഴിക്കാനായിട്ട് ശ്രമിക്കുക. അത് മാത്രമല്ല, ആവശ്യമെങ്കിൽ ഇതിനോടൊപ്പം മരുന്ന് എടുക്കേണ്ടതാണെങ്കിൽ കൃത്യമായ രീതിയിൽ അത് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരത്തിൽ അമിതമായിട്ട് ഗ്ലൂക്കോസിന്റെ അളവ് കൂടുകയും ഡയബറ്റീസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാതെ പല മേജർ ഓർഗൻസിനെ ശരീരത്തിൽ ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഫോളോ ചെയ്യുക.